ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. ആരക്കുഴ പഞ്ചായത്തിലെ മുതുകല്ല് കോളനിയിൽ അപകടകരമായി നിൽക്കുന്ന പാറക്കൂട്ടങ്ങളും പരിസര പ്രദേശങ്ങളും സന്ദർശിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ. ഡെപ്യൂട്ടി കളക്ടറും ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസറും അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് പ്രദേശം സന്ദർശിച്ചത്. ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മുതുകല്ല് കോളനിയിലെ അപകടകരമായ പാറകളും മണ്ണിടിച്ചിലും നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനും പ്രദേശവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനും പദ്ധതി തയ്യാറാക്കുന്നതിനും വേണ്ടിയാണ് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ മനോജ്, ഹസാർഡസ് അനലിസ്റ്റ് അഞ്ജലി, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ആശ, ജില്ലാ ജിയോളജിസ്റ്റ് മഞ്ജു, മൂവാറ്റുപുഴ തഹസിൽദാർ രഞ്ജിത്ത്, മാറാടി വില്ലേജ് ഓഫീസർ സൈനു ജോർജ്, ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിലെയും പഞ്ചായത്തിലെയും വില്ലേജിലെയും ജീവനക്കാരും ജനപ്രതിനിധികളും അടങ്ങുന്ന ടീം സ്ഥല സന്ദർശനം നടത്തിയത്. ഭൂമിശാസ്ത്രപരമായ അപകട സാധ്യതകളും പ്രദേശവാസികളുടെ ആശങ്കയും ദുരിതവും സംഘം നേരിൽ കണ്ട് മനസ്സിലാക്കി. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിലെ ലക്ഷം വീടുകൾ പലതും ജീർണാവസ്ഥയിലാണെന്നും ആളുകൾ പലരും രോഗികളാണെന്നും വാഹന ഗതാഗതം സാധ്യമാകുന്ന വഴിക്ക് ഒരിക്കലും സാധ്യതയില്ലാത്ത ഈ പ്രദേശത്ത് എല്ലാ മഴക്കാലത്തും കല്ലും മണ്ണും ഉരുളുന്നതും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നതും പഞ്ചായത്തിന്റെ പരിമിതികളും പ്രസിഡന്റ് ജാൻസി മാത്യു വിശദീകരിച്ചു. അപകടകരമായ പാറകൾ നീക്കം ചെയ്യുന്നത് സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ഇവർക്കായി പുനരധിവാസ പാക്കേജ് തയ്യാറാക്കി ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനും എൻ്റെ 2 പിള്ളേരും മഴക്കാലം വന്ന ഒരുപാട് പേടിച്ചിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ട്. രാത്രിയിൽ ഉറങ്ങാതെ എഴുന്നേറ്റിരുന്നാ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു പോകുന്നു. മഴക്കാലം വരുമ്പം ആരും ഒരു തീരുമാനം ഇതുവരെ എടുത്ത് തന്നിട്ടില്ല. ഇനിയെങ്കിലും ഒരു തീരുമാനമാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇത്രയെങ്കിലും ചെയ്ത് നിൽക്കുന്നത്. ഈ വീടാണ് ഏറ്റവും മുഖ്യമായിട്ട് നിൽക്കുന്ന 2 കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന അവിടെ. ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും നിവർത്തിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് നിവർത്തിച്ചു തരിക. അത് മാത്രം ഞങ്ങൾ ഗവൺമെന്റിനോട് ഈ വയസ്സായിരിക്കണം ഞാനെ കൊണ്ട് ഇറങ്ങി കയറാനോ അല്ലെങ്കിൽ ഒന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുറം, വാർഡ് മെമ്പർ ലിസ്ദ മോഹനൻ, സാബു പൊത്തൂർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് എന്നിവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.